നമസ്കാരം. ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. തലക്കെട്ടുകൾ നോക്കാം. വഖഫിൽ ഇതുവരെ നടന്നത് ഭൂമിക്കൊള്ളയെന്ന് പ്രധാനമന്ത്രി. തട്ടിയെടുത്തത് പാവപ്പെട്ടവരുടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി. കോൺഗ്രസ് മുൻപ് നിയമ ഭേദഗതി ചെയ്തത് ഭൂമാഫിയയ്ക്ക് വേണ്ടിയെന്നും നരേന്ദ്രമോദി. കൊടും ഭീകരൻ തഹാവൂർ റാണയെ സഹായിച്ചതിന് കൊച്ചി സ്വദേശി NIA-യുടെ പിടിയിലെന്ന് വിവരം. കസ്റ്റഡി റാണയുടെ മൊഴി പ്രകാരം. കൊച്ചി യൂണിറ്റിലെ 3 ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം ചോദ്യം ചെയ്യുന്നു. കണി കണ്ടു, കൈനീട്ടം വാങ്ങി, ഇനി സദ്യ. ലോകമെങ്ങും മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. കണി കാണാൻ ക്ഷേത്രങ്ങളിലും വൻ തിരക്ക്. വിഷുദിനത്തിൽ വേദനയായി കാട്ടാന ആക്രമണവും അരുംകൊലകളും. മലക്കപ്പാറ വനത്തിൽ കാട്ടാന ചവിട്ടിക്കൊന്നത് തേനെടുത്ത് ഊരിലേക്ക് മടങ്ങിയ യുവാവിനെ. തിരുവല്ലയിലും പെരിന്തൽമണ്ണയിലും യുവാക്കളുടെ കൊലയാളികളായത് ബന്ധുക്കൾ. വയനാട്ടിൽ യുവാവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ പോലീസ് മേധാവിയുടെ ശുപാർശ. നടപടി വ്യാജ മൊഴി നൽകിയെന്ന ADGP P. വിജയന്റെ പരാതിയിൽ. 6 ശുപാർശ ചെയ്താലും മുഖ്യമന്ത്രി കേസെടുക്കില്ലെന്ന് PV അൻവർ. അഴിമുഖം മണൽ മൂടി. മുതലപ്പുഴക്കാരുടെ ഉപജീവനം വഴിമുട്ടി. മീൻ പിടിക്കാൻ കടലിൽ പോകാനാവാതെ തൊഴിലാളികൾ. നാളെ മുതൽ പ്രക്ഷോഭത്തിന് മത്സ്യത്തൊഴിലാളികൾ. ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട. 1800 കോടിയുടെ ലഹരി പിടികൂടി. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിക്ക് സമീപം പിടികൂടിയത് 300 കിലോ മെത്താഫെറ്റാമിൻ. വിശദമായ വാർത്തകൾ നോക്കാം. വഖഫിന്റെ പേരിൽ രാജ്യത്ത് നടന്നത് ഭൂമാഫിയയുടെ കൊള്ളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2013-ൽ കോൺഗ്രസ് സർക്കാർ ഭൂമാഫിയയ്ക്ക് വേണ്ടിയാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം വോട്ട് ബാങ്കിനായാണ് കോൺഗ്രസ് ഭരണഘടനയെ ഉപയോഗിച്ചതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം ആദ്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരസ്യ പ്രതികരണം. പിന്നാക്കക്കാർക്കും ദളിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്കും അവകാശപ്പെട്ട ഭൂമിയാണ് വഖഫ് വഴി തട്ടിയെടുത്തത്. വഖഫ് ഭൂമി കൊണ്ട് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് എന്തു പ്രയോജനമെന്ന ചോദ്യം കൂടിയാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് നൽകിയിരുന്നെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യുമായിരുന്നു. लाखों हेक्टर जमीन पूरे देश में है. इस जमीन, इस प्रॉपर्टी से गरीब का, बेसहारा महिलाओं बच्चों का भला होना चाहिए था. और आज ईमानदारी से उसका उपयोग हुआ होता तो मेरे मुसलमान नौजवानों को साइकिल के पंक्चर बना करके जिंदगी नहीं गुजारनी पड़ती. മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കോൺഗ്രസ് വോട്ട് ബാങ്കിന് വേണ്ടി വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തി. മതാടിസ്ഥാനത്തിൽ സംവരണം നൽകരുതെന്ന് BR അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് മതസംവരണം നടപ്പാക്കാനാണ് ശ്രമിച്ചതെന്നും മോദി. कांग्रेस ने सिर्फ कुछ कट्टरपंथियों को ही खुश किया है. बाकी समाज बेहाल रहा, अशिक्षित रहा, गरीब रहा. कांग्रेस की इस कुनीति का सबसे बड़ा प्रमाण वक्फ कानून है. സംഘപരിവാർ എല്ലാ കാലത്തും അംബേദ്കറുടെ ശത്രുവായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. കോൺഗ്രസ് ഭരണഘടനയെ വോട്ട് ബാങ്കിനായി ഉപയോഗിക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു ഖർഗെ. मोदी साहब करने को तैयार नहीं है और सिर्फ लोगों को बोलने लगाते हैं जो कांग्रेस के खिलाफ, नेहरू जी के खिलाफ, हमारे खिलाफ, ये कहते हैं कि इन्होंने क्या किया.
अरे हम तो ये कह रहे बाबा तुम क्या किए ये बताओ. BR അംബേദ്കറുടെ 135ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ ഹിസാറിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. വഖഫ് പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ പശ്ചിമ ബംഗാളിൽ അതീവ ജാഗ്രത തുടരുന്നു. സംഘർഷബാധിത മേഖലയായ മുർഷിദാബാദിൽ നിന്ന് നൂറുകണക്കിന് പേർ സമീപ ജില്ലയായ മാൾഡയിൽ അഭയം തേടി. വിഷയത്തിൽ ബിജെപിയും തൃണമൂലും തമ്മിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. സംഘർഷബാധിത മേഖലകളിൽ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ ഏർപ്പെടുത്തണമെന്നാണ് ബിജെപിയുടെ ആവശ്യം. വഖഫ് പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ മുർഷിദാബാദ് സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഇന്നലെയും ഇന്നും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും കനത്ത സുരക്ഷയിലാണ് ഷംഷേർഗഞ്ചും ജംഗിപൂരും സുതിയും. 17 കമ്പനി കേന്ദ്രസേനയാണ് ഇവിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിഷയം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. മുർഷിദാബാദ്, മാൾഡ, നാദിയ, സൗത്ത് 24 പർഗാനസ് എന്നീ ജില്ലകളിൽ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് BJP MP ജ്യോതിർമയ് മഹാതോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ളതാണ് ഈ ജില്ലകൾ. എന്നാൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളും BSFലെ ചിലരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് മുർഷിദാബാദിൽ നടന്നതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആളുകളെ എത്തിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അവസരമൊരുക്കിയെന്നും തൃണമൂൽ ആരോപിക്കുന്നു. അതേസമയം പാർട്ടി MLA തന്നെ പോലീസിനെതിരെ രംഗത്തു വന്നത് മമതാ സർക്കാരിന് ക്ഷീണമായി. മുർഷിദാബാദിൽ വെച്ച് താൻ ആക്രമിക്കപ്പെട്ടുവെന്നും സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്നുമാണ് തൃണമൂൽ MLA മനീറുൽ ഇസ്ലാമിന്റെ ആരോപണം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. തഹാവൂർ റാണിയെയും ഹെഡ്ലിയെയും ഇന്ത്യയിലെത്തിയപ്പോൾ സഹായിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ആളെന്ന് NIA. നിലവിൽ NIAയുടെ കസ്റ്റഡിയിലുള്ള ഇയാൾക്കൊപ്പം തഹാവൂർ റാണിയെയും കൊച്ചിയിലെത്തിച്ച് തെളിവ് ശേഖരിക്കും. NIA ആസ്ഥാനത്ത് തഹാവൂർ റാണിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണിയെയും ഹെഡ്ലിയെയും സഹായിച്ച ആൾ കൊച്ചിയിൽ നിന്നാണ് എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥർ കൂടി ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുണ്ട്. സംഘത്തിൽ കൊച്ചി NIA യൂണിറ്റിലെ 2 ഉദ്യോഗസ്ഥരാണുള്ളത്. തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിൽ എത്തിയത് എന്ന് റാണ നേരത്തെ പറഞ്ഞുവെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തത്. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്നാണ് ഇയാളുടെ മൊഴി. മുംബൈ ഭീകരാക്രമണത്തിന് പ്ലോട്ടൊരുക്കിയത് ദുബായിലാണെന്നാണ് സൂചന. ISI ഏജന്റുമായി തഹാവൂർ റാണ ആദ്യ ചർച്ച നടത്തിയത് ദുബായിൽ വെച്ചാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച. ISI ബന്ധമുള്ളയാൾ ഇരുവരുടെയും ബാല്യകാല സുഹൃത്തെന്നാണ് സൂചന. പക്ഷേ അമേരിക്ക കൈമാറിയ വിവരത്തിൽ ഇയാളുടെ പേരില്ല. വിശദാംശങ്ങൾ അറിയാൻ NIA റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതേസമയം റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. റാണയെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിൽ കൊണ്ടുവരും. കൊച്ചിയിൽ സഹായം നൽകിയ ആളുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് NIAയുടെ നീക്കം. മുംബൈ സ്ഫോടനം നടന്നതിന് 10 ദിവസം മുമ്പ് റാണ കൊച്ചിയിൽ വന്ന് താമസിച്ചത് എന്തിന് എന്നാണ് NIA പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. വ്യാജമൊഴിയിൽ ADGP MR അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാമെന്ന് DGPയുടെ ശുപാർശ. ഇന്റലിജൻസ് മേധാവിയായ ADGP P വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിലാണ് കേസെടുക്കാമെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൽ ADGP P വിജയന് പങ്കുണ്ടെന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞെന്നായിരുന്നു അജിത് കുമാർ മൊഴി നൽകിയത്. എന്നാൽ താനിങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും വ്യക്തമാക്കി സുജിത് ദാസ് ഇതിന് പിന്നാലെ രംഗത്ത് വന്നു. തുടർന്ന് തനിക്കെതിരെ അപകീർത്തികരമായ വ്യാജമൊഴി നൽകിയതിന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് P വിജയൻ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷണം നടത്തി അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ നൽകിയത്. തൃശൂർ പൂരം കരക്കൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ വിഷയങ്ങളിലും MR അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടയിലാണ് DGPയായി സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. ചീഫ് സെക്രട്ടറി, DGP, ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയ IPS സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത്.
കവടിയാറിലെ അജിത് കുമാറിന്റെ വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്തിലെ ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണത്തിന് DGP തുടക്കമിട്ടതിന് പിന്നാലെ കേസ് വിജിലൻസിന് കൈമാറുകയായിരുന്നു. എന്നാൽ വീട് നിർമ്മാണം വായ്പയെടുത്താണെന്നും ഫ്ളാറ്റ് വിൽപ്പനയിൽ കൃത്രിമത്വമൊന്നും ഇല്ലെന്നുമായിരുന്നു വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം വരുന്ന മെയ് 30-നാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിക്കാനിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് നിലവിൽ 6 പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. UPSC ബോർഡ് സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേരുൾപ്പെടുമോ എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള DGPയുടെ ശുപാർശ. ന്യൂസ് 18 തിരുവനന്തപുരം. MR അജിത് കുമാറിനെതിരെ DGPയുടെ റിപ്പോർട്ടോടെ IAS പോരിന് പിന്നാലെ IPS ഉദ്യോഗസ്ഥർക്കിടയിലും പോര് കനക്കും. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി P വിജയന് ബന്ധമുണ്ടെന്ന ഗുരുതര ആരോപണമാണ് MR അജിത് കുമാർ ഉന്നയിച്ചത്. DGPയുടെ റിപ്പോർട്ട് സേനയിലെ MR അജിത് കുമാർ വിരുദ്ധ ചേരി ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് P വിജയനാണെന്ന് ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയതോടെയാണ് വിജയനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ട്രെയിനിൽ തീവെച്ച കേസിലെ പ്രതിയുടെ വിവരങ്ങൾ ATS തലവനായിരുന്ന P വിജയൻ ചോർത്തിയെന്ന കാരണത്താലായിരുന്നു 2023-ൽ അന്വേഷണ വിധേയമായുള്ള സസ്പെൻഷൻ. പിന്നീടുള്ള അന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയതോടെയാണ് അദ്ദേഹം സർവീസിൽ തിരിച്ചെത്തിയത്. തൃശൂർ പോലീസ് അക്കാദമി ഡയറക്ടറായി തിരികെയെത്തിയ P വിജയനെ പിന്നീട് ഇന്റലിജൻസ് മേധാവിയായി സർക്കാർ നിയമിക്കുകയായിരുന്നു. അതിനിടെയാണ് PV അൻവർ MLA അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സമിതിയെ നിയോഗിച്ചത്. ഈ സമിതിക്ക് മുന്നിലാണ് അജിത് കുമാർ P വിജയനെതിരെ മൊഴി നൽകിയത്. കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി വിജയന് ബന്ധമുണ്ടെന്ന് MR അജിത് കുമാർ എഴുതി നൽകിയ മൊഴി നിഷേധിച്ചുകൊണ്ട് പിന്നീട് SP ആയിരുന്ന സുജിത് ദാസ് രംഗത്തെത്തിയതോടെയാണ് വിവാദം കത്തിയത്. അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് MR അജിത് കുമാർ നടത്തിയതെന്ന പരാതിയിൽ കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തതോടെ പോലീസ് തലപ്പത്തെ പ്രബലനായിരുന്ന അജിത് കുമാറിന് ഇത് ഇരട്ട പ്രഹരം. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കൊള്ള സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപവുമായി PV അൻവർ. പിണറായി വിജയന്റെ പോറ്റുമകനാണ് അജിത് കുമാർ. അയാൾ ADGP P വിജയനെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും കേരള പോലീസിനെ ഭരിക്കുന്നത് അജിത് കുമാറാണെന്നും അൻവർ ആരോപിച്ചു. MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് MR അജിത് കുമാർ. മറ്റതൊന്ന് മരുമകനാണ്. ഒരു മകനാണ് ഇപ്പോ KM എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് CBI അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. വളരെ മാന്യമായി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ കള്ളനാക്കി മാത്രമല്ല പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം കൂടി ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അജിത് കുമാറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതുകൊണ്ട് അജിത് കുമാർ മാറിയെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം സുപ്രീം കോടതിയിലേക്ക്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും കുടുംബം ഹർജിയിൽ പറയുന്നു. മരണത്തിലേക്ക് നയിച്ച സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഹർജി ഈ ആഴ്ച തന്നെ പരിഗണിക്കുമെന്നാണ് സൂചന. കേസിൽ അന്വേഷണ സംഘം നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. P ദിവ്യ മാത്രമാണ് കേസിലെ പ്രതി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധനം പൂർണ്ണമായി തടസ്സപ്പെട്ടതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. പൊഴിമുഖം മണൽ കയറി അടഞ്ഞതോടെ വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ട്രാക്ടർ ഉപയോഗിച്ച് ചെറുവള്ളങ്ങൾ കടലിൽ ഇറക്കുന്നതിൽ തൊഴിലാളികൾ തമ്മിൽ വാക്തർക്കമുണ്ടായി. നാളെ മുതൽ ശക്തമായ പ്രതിഷേധത്തിനാണ് മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുക്കുന്നത്. മുതലപ്പുഴയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഈ പൊഴി അഴിമുഖം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ അഴിമുഖം. ഇതുവഴിയാണ് വലിയ വള്ളങ്ങളും ചെറിയ വള്ളങ്ങളും ഒക്കെ ഇത് പൊഴിമുഖമാണ്. ഇവിടെ നിന്ന് കടലിലേക്ക് ഇതിന് കുറച്ച് അപ്പുറത്താണ് കടലുള്ളത്. ഈ കായലിൽ നിന്ന് വള്ളങ്ങൾ കടലിലേക്ക് പോകുന്ന പൊഴിയാണിത്. ഈ കായലും കടലും ചേരുന്ന സ്ഥലം ഇത് പൂർണ്ണമായും
മൂടപ്പെട്ട അവസ്ഥയാണ്. നമുക്ക് അതിന്റെ താഴത്തെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ വലിയ വള്ളങ്ങൾ കടന്നു പോകുന്ന വലിയ ബോട്ടുകൾ കടന്നു പോകുന്ന സ്ഥലമാണ്, വലിയ ആഴം വേണ്ട സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ നമുക്ക് നടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ ഫുട്ബോൾ കളിച്ചുമൊക്കെ ആളുകൾ പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ ഒരു ഭാഗം കുട്ടികളൊക്കെ ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം ഈ മണ്ണ് നിറഞ്ഞപ്പോഴാണ് ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഇതൊരു മൈതാനം പോലെ മാറിയിരിക്കുന്നു. കാര്യക്ഷമതയുള്ള മെഷീൻ ഉപയോഗിച്ചല്ലേ ഇവിടെ മണൽ നീക്കം നടത്തിയത്. ഇത് തോടുകളിൽ ഉപയോഗിക്കുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് മണൽ നീക്കത്തിന് ഒരു ഉപയോഗപ്പെടുത്തി. ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ഡ്രഡ്ജർ ഇവിടെ സുഗമമായി ഇവിടെ വരുന്ന മണലൊഴുക്കിന്റെ ക്ഷമത അനുസരിച്ച് ഇവിടെ നമുക്ക് ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയില്ല. ശക്തമായ രീതിയിൽ നീരൊഴുക്കും അടിയൊഴുക്കും മണലൊഴുക്കുമുള്ള ഒരു ഹാർബറാണ് മുതലപ്പുഴി ഹാർബർ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം നടത്താൻ നമുക്ക് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതിന് നിന്ന ഉദ്യോഗസ്ഥ മിത്രങ്ങളോട് ഞങ്ങൾ അറിയിച്ചതാണ്. എന്നാൽ അതൊന്നും അവർ മുഖവിലേക്ക് എടുക്കാതെ ഇത് തന്നെ കൊണ്ടിട്ട് ഈ പൊഴി അഴിമുഖം വഴി മത്സ്യബന്ധനത്തിന് പോകുന്നവരെ മുഴുവൻ ഏകദേശം 130-140ഓളം താങ്ങുവിലയിലെ വള്ളക്കാരും ഒരു വള്ളത്തിൽ ഏകദേശം 40-നും 50-നും വരയ്ക്ക് ജോലിക്കാറുണ്ട്. അതേപോലെ തന്നെ ചെറുവള്ളക്കാർ ഏകദേശം 800-900ഓളം ചെറുവള്ളക്കാർ ഓരോ വള്ളത്തിലും 60-ഉം 6-ഉം 7-ഉം ജോലിക്കാരുണ്ട്. അപ്പൊ ഇത്രയും ഈ ജോലിക്കാർ എല്ലാവരുടെയും കുടുംബം പട്ടിണിയിലാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. 6 മീറ്റർ ആഴമുണ്ടെങ്കിലേ നമുക്ക് ഇതുവഴി സുഗമമായി കടലിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയൂ. ഇതിന്റെ 6 മീറ്റർ എന്നുള്ളത് ഏകദേശം 4 മീറ്റർ ആയപ്പോൾ തന്നെ കഴിഞ്ഞ നവംബർ മുതൽ 2024 നവംബർ മുതൽ തന്നെ ഉദ്യോഗസ്ഥങ്ങളോട് പറയാണ് ഇവിടെ പിന്നെ ഈ രീതിയിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം ഒന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ രീതി അവസ്ഥയെ കൊണ്ടാക്കിയത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ ഗവൺമെന്റുമാണ്. പട്ടിണിയിലേക്ക് മത്സ്യത്തൊഴിലാളി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ 177ഓളം താങ്ങുവില വള്ളങ്ങളും 500-ൽ പരം ചെറുവള്ളങ്ങളുമാണ് മുതലപ്പുഴയെ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ആശ്രയിച്ചു വന്നിരുന്നത്. അതിൽ തന്നെ 100-ലേറെ വള്ളങ്ങൾ ഇപ്പോൾ കായലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് കടലിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഒരു വള്ളത്തിൽ തന്നെ 40ഓളം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ഇതിനെ ആശ്രയിക്കുന്ന മറ്റ് മേഖലകളിൽ നിന്നുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ ഇതിനെ ആശ്രയിച്ചാണ് വരുമാനം കണ്ടെത്തുന്നത്. അവരുടെ ജീവിതം ആകെ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലാണ് മുതലപ്പുഴയുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ എന്താണ് മുതലപ്പുഴയുടെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർക്ക് വർഷങ്ങളായി ആരംഭിക്കുന്നത്. 2015 ഒരു ബോഡി കല്ലിനിടയിൽ കയറിയപ്പോൾ അന്ന് ഇവിടെ കളക്ടർ വന്ന് പറഞ്ഞത് മണൽ നീക്കുമെന്നാണ്. 2025 ആകുമ്പോഴും നമ്മൾ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ഇവിടെയുള്ളത്. മുതലപ്പുഴി അപകടപ്പുഴയെ നമ്മൾ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഈ പൊഴിമുഖത്ത് വള്ളങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ വലിയ ചുഴിയിൽപ്പെട്ട് അപകടമുണ്ടാവുകയാണ് പതിവ്. പക്ഷേ ആ മുതലപ്പുഴയിലെ ആ പൊഴിമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതുവഴി ഈ കടലിന്റെ ഭാഗമാണത്. ഇവിടെ കൂടി നടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നിരവധി ആളുകൾ ഇവിടെ വന്നുപോകുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി കൂടി ഇത് മാറുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ചെറുതല്ല. ഈ പൊഴിമുഖത്ത് നിന്ന് പൂർണ്ണമായും മണൽ നീക്കം ചെയ്താൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് കടന്ന് വള്ളങ്ങളുമായി ചെറുവള്ളങ്ങളും വലിയ വള്ളങ്ങളായാലും കടന്ന് കടലിലേക്ക് പോകാൻ കഴിയൂ. അതിന് കഴിയാത്ത രീതിയിലാണ് ഇവിടെ മണൽ കുന്ന് തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി ഊരിലെ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. വനത്തിനുള്ളിൽ നിന്ന് തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഇന്നലെ രാത്രി 10 മണിയോടെ കോളനിക്ക് സമീപം വനാതിർത്തിയിലായിരുന്നു സംഭവം. വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയ 3-അംഗ സംഘം കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. അതിരപ്പിള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിലെ വനത്തിനുള്ളിൽ വെച്ചാണ് സംഭവം. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യനും സുഹൃത്തുക്കളും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആനയുടെ മുന്നിൽപ്പെട്ട സെബാസ്റ്റ്യനെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെറിഞ്ഞു. ആക്രമണത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടു. ഇന്നലെ നടന്നാണ് തേനെടുക്കാൻ പോയ സമയത്താണ് ഒരു 3 പേര് രാത്രി ഒരു 9:45 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താ ഇവര് രാത്രി തേനടക്കം പോയി. ആദിവാസികൾ ഇപ്പൊ തേനിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനടക്കം പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. എന്നിട്ട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാരെല്ലാരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാല് എല്ലുന്ന പൊട്ടി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും വനംവകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പിള്ളി മേഖല.
വന്യജീവി ആക്രമണം തടയുന്നതിനായി വനവകുപ്പും സർക്കാരും കാര്യക്ഷമമായി ഇടപെടണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. ഇതിനിടയിലാണ് ഒരാൾ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ന്യൂസ് 18 കൊച്ചി. കണി കണ്ടുണർന്ന് കേരളം. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും സദ്യ ഉണ്ടും പടക്കം പൊട്ടിച്ചും മലയാളികൾ ആഘോഷിക്കുന്നു. വിഷുദിനത്തിൽ ദർശനത്തിന് ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കാർഷിക വർഷാരംഭമായ വിഷു മലയാളിക്ക് സമൃദ്ധിയുടെ പ്രതീക്ഷയാണ്. വിഷുക്കണിയുടെ ഐശ്വര്യം വർഷം മുഴുവൻ കൂടെയുണ്ടാകുമെന്ന വിശ്വാസം. പുലർച്ചെ എണീറ്റ് കണ്ണുനിറയെ കണ്ണനെയും കണിക്കൊന്നയെയും കണ്ടു. ചക്ക, മാങ്ങ, കണിവെള്ളരി തുടങ്ങി ഫലസമൃദ്ധി തന്നതെല്ലാം കണിയായി മുന്നിലെത്തി. കണി കണ്ടു കഴിഞ്ഞ ശേഷം ക്ഷേത്ര ദർശനം. വിഷുപ്പുലരിയിൽ ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ 2:45 മുതൽ 3:45 വരെ ആയിരുന്നു ഗുരുവായൂരിൽ വിഷുക്കണി ദർശനം. ശബരിമലയിൽ പുലർച്ചെ 4 മണിക്ക് നട തുറന്നു. 7 മണി വരെയായിരുന്നു വിഷുക്കണി ദർശനം. തീർത്ഥാടകർക്ക് തന്ത്രിയും മേൽശാന്തിയും കൈനീട്ടം നൽകി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, കൊട്ടാരക്കര കുലശേഖരനല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങി സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ്. ഇവിടെ പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. അതിനുശേഷം പിന്നീട് 5:30ക്കും നട തുറന്നു. പിന്നീട് 8:30ക്കാണ് നട തുറന്നത്. ഈ 3 സമയത്തും വലിയ ഭക്തജന തിരക്കാണ്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉൾപ്പെടെ നിരവധി ആളുകളാണ് വിഷുക്കണി ദർശനത്തിന് വേണ്ടി, വിഷു കൈനീട്ടം വാങ്ങുന്നതിനൊക്കെ വേണ്ടി ഇവിടേക്ക് എത്തിയത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം വീടുകളിൽ സദ്യ ഒരുക്കിയും പടക്കം പൊട്ടിച്ചും ബന്ധുമിത്രാദികളുമായി ഒത്തുചേർന്നും വിഷു ആഘോഷം ഗംഭീരമാക്കി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും വിഷു ആഘോഷങ്ങളും വിവിധയിടങ്ങളിൽ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിഷുദിനത്തിൽ ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ചിത്രം പതിച്ച സ്വർണ്ണ ലോക്കറ്റ് പുറത്തിറക്കി. വിതരണോദ്ഘാടനം ഭക്തന് ലോക്കറ്റ് നൽകി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം ലോക്കറ്റുകളാണ് ഓൺലൈൻ ബുക്കിംഗിലൂടെ വിതരണം ചെയ്യുന്നത്. ഈ വർഷം ഓണത്തിന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തരുടെ ആഗോള സംഗമം പമ്പയിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട. 1800 കോടി രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നാണ് പിടികൂടിയത്. കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 300 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയത്. കടലിൽ നിന്ന് പിടികൂടിയ ചരക്ക് കൂടുതൽ അന്വേഷണത്തിനായി തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് കൈമാറിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കർണാടകയിൽ 5 വയസ്സുകാരിയെ തട്ടിയെടുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വെടിയേറ്റ് കൊല്ലപ്പെടാനുള്ള സാഹചര്യം വിശദീകരിച്ച് പോലീസ്. തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് വെടിവെച്ചതെന്ന് കമ്മീഷണർ എൻ ശശികുമാർ പറഞ്ഞു. 5 വയസ്സുകാരെ തട്ടിയെടുത്ത് കൊലപ്പെടുത്തിയ പ്രതിയായ ബീഹാർ സ്വദേശി 35-കാരൻ നിതേഷ് കുമാർ കുറ്റം സമ്മതിച്ചിരുന്നു. തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോഴാണ് പ്രതി പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇതോടെയായിരുന്നു പോലീസ് വെടിവെച്ചത്. കാലിലും പുറത്തുമായി 2 വെടിയുണ്ടകളാണ് ഇയാൾക്കേറ്റത്. ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും നിതേഷ് കുമാർ മരിച്ചിരുന്നു. She fired at him. 2 rounds have hit him and taken to hospital.
ഉച്ചയ്ക്ക് വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരിയെ മതിൽ ചാടിക്കടന്ന് വീട്ടിലെത്തിയ നിതേഷ് തട്ടിയെടുക്കുകയായിരുന്നു. ആളൊഴിഞ്ഞ ഷെഡിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തി. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും കുട്ടിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ വിശദീകരിക്കുകയും ചെയ്തു. പിന്നീട് തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോഴായിരുന്നു ആക്രമണവും വെടിവയ്പും. ന്യൂസ് 18 കർണാടക. ബോളിവുഡ് താരം സൽമാൻ ഖാന് വധഭീഷണി. താരത്തെ വീട്ടിൽ കയറി വധിക്കുമെന്നും കാർ ബോംബ് വെച്ച് തകർക്കുമെന്നുമാണ് ഭീഷണി. മുംബൈ ട്രാഫിക് പോലീസിന്റെ വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിലാണ് സന്ദേശം ലഭിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതാദ്യമായല്ല സൽമാൻ ഖാനെതിരെ ഭീഷണി വരുന്നത്. നേരത്തെ ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘം സൽമാൻ ഖാനെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു. കോടികളുടെ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട രത്ന വ്യവസായി മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിൽ. 13,000 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ പ്രതിയായ മെഹുൽ 7 വർഷം മുൻപ് ഇന്ത്യയിൽ നിന്നാണ് കടന്നത്. ഇയാളെ ഇന്ത്യയിൽ എത്തിക്കാൻ നിയമപരമായ കടമ്പകൾ ഇനിയും ബാക്കിയുണ്ട്. കഴിഞ്ഞ വർഷം മെഹുൽ ചോക്സിക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് ഇന്റർപോൾ റദ്ദാക്കിയിരുന്നു. വജ്രവ്യാപാരിയായ മെഹുൽ ചോക്സി ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്ത് തുറമുഖ നഗരമായ ആന്റ്വർപ്പിലാണ് 2024 മുതൽ താമസം. ബെൽജിയത്ത് നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടക്കവെയാണ് അറസ്റ്റ്. ബെൽജിയം പോലീസ് ശനിയാഴ്ചയാണ് മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളായ CBIയും EDയും മെഹുൽ ചോക്സിയെ ബെൽജിയത്ത് നിന്ന് നാടുകടത്തി ഇന്ത്യയിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2018ലും 2021ലും മുംബൈ കോടതി പുറപ്പെടുവിച്ച 2 അറസ്റ്റ് വാറന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോക്സിയെ പിടികൂടിയത്. 13,500 കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നേരിടുന്ന ചോക്സി 2018 ജനുവരി 2-നാണ് ഇന്ത്യയിൽ നിന്ന് കടന്നുകളഞ്ഞത്. നിലവിൽ രക്താർബുദത്തിന് ചികിത്സയിലാണ് ചോക്സി. ഇന്ത്യക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ മെഹുൽ ചോക്സി ബെൽജിയത്ത് കോടതിയെ സമീപിക്കും. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള അപേക്ഷയിൽ കോടതി വിധി നിർണായകമാകും. മെഹുൽ ചോക്സിയും ഭാര്യയും ബെൽജിയത്ത് F റെസിഡൻസി കാർഡ് നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായ കടമ്പകൾ കടന്ന മെഹുൽ ചോക്സിയെ ഇന്ത്യയിലെത്തിക്കാൻ ഇനിയും ഏറെ നാൾ കാത്തിരിക്കണം. മെഹുൽ ചോക്സിയുടെ അമ്മാവനായ നിരവ് മോദി 2019 ലണ്ടനിൽ വെച്ച് അറസ്റ്റിലായിരുന്നു. നിരവ് മോദിയെ ഇതുവരെ ഇന്ത്യയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പകരച്ചുങ്കപ്പോരിൽ ചൈനയോടുള്ള നിലപാട് കടുപ്പിച്ച അമേരിക്ക. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയ്ക്ക് നൽകിയ ചുങ്കം ഇളവ് താൽക്കാലികമാണെന്ന മുന്നറിയിപ്പുമായാണ് അമേരിക്ക രംഗത്തെത്തിയത്. US ചൈന പകരച്ചുങ്കപ്പോര് കടുക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ് യുഎസിന്റെ പുതിയ നിലപാട്. പകരച്ചുങ്കപ്പോരിന്റെ ഭാഗമായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഇളവ് നൽകിയിരുന്നു. ഇത് താൽക്കാലികമാണെന്നും ഇളവ് പിൻവലിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി ഹേവാർഡ് ലുട്നിക് പറഞ്ഞു. പകരച്ചുങ്കം ഒഴിവാക്കണമെന്നും തെറ്റായ രീതികൾ തിരുത്തി പരസ്പര ബഹുമാനത്തിന്റെ വഴിയിലേക്ക് US മടങ്ങണമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ചൈന അഭ്യർത്ഥിച്ചാൽ ചർച്ചയാവാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപാധിയെ തുടർന്നായിരുന്നു വാണിജ്യ മന്ത്രാലയം വഴിയുള്ള ഈ ചൈനീസ് നീക്കം. എന്നാൽ ചൈനയിൽ നിന്ന് ഔദ്യോഗിക അഭ്യർത്ഥന ഉണ്ടാവാതെ വഴങ്ങില്ലെന്ന സൂചനയാണ് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുടെ വാക്കുകൾ നൽകുന്നത്. സെമി കണ്ടക്ടറുകൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്നും അത് അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്നും ലുട്നിക് കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ പ്രധാന ടെക് കമ്പനികൾ സെമി കണ്ടക്ടർ ഇറക്കുമതിക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത് ചൈനയാണ്. ഇത് പൊടുന്നനെ നിർത്തി ബദൽ കണ്ടെത്താൻ അമേരിക്കയ്ക്ക് സമയമെടുക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ചൈന. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 19 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വീണ്ടും വൈകുകയാണ്. റിയാദ് ക്രിമിനൽ കോടതി കേസ് ഇന്നും പരിഗണിച്ചില്ല. വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം 11ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. 34 കോടി രൂപ ദയാധനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെയാണ് കഴിഞ്ഞ ജൂലൈയിൽ അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയത്. വിഷു ദിവസവും വിഷു തലേന്നുമായി സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഞെട്ടിപ്പിക്കുന്ന 3 കൊലപാതകങ്ങൾ ഇന്നും നടന്നു. പത്തനംതിട്ടയിലും പെരിന്തൽമണ്ണയിലുമായി 2 പേർ കുത്തേറ്റു മരിച്ചു. 2 സംഭവങ്ങളിലും അയൽവാസികളായ ബന്ധുക്കളാണ് കൊലപാതകം നടത്തിയത്. വയനാട് കേണിച്ചിറയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്നു.
ഇന്നലെ രാത്രി 11:15 പത്തനംതിട്ട തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജ് കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച പണം മനോജിന്റെ മകൻ കൈക്കലാക്കിയെന്നാരോപിച്ചായിരുന്നു കൊലപാതകം. പണം ലഭിച്ച അക്കൗണ്ടിന്റെ ATM കാർഡ് മനോജിന്റെ മകന്റെ കയ്യിലുണ്ടെന്ന് രാജൻ ആരോപിച്ചിരുന്നു. ഈ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ആക്രമണത്തിനിടെ രാജനും പരിക്കേറ്റു. പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ യുവാവിനെ അയൽവാസി കുത്തിക്കൊന്നു. ആലിപ്പറമ്പ് സ്വദേശി സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സത്യനാരായണനും സുരേഷ് ബാബുവും തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. രാവിലെ മുതലേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ അതിൽ പെട്ടെന്നുണ്ടായൊരു വൈരാഗ്യമാണ്. കൊല്ലണം കരുതിയിട്ടൊന്നും ഇല്ല. ചിലപ്പം ഇവർ തമ്മിൽ ഇതിന്റെ മുന്നേ അങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. വയനാട് കേണിച്ചിറയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. കേളമംഗലം മാഞ്ചുറ വീട്ടിൽ ലിഷയെയാണ് ഭർത്താവ് ജിൻസൺ കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊല്ലുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ജിൻസൺ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട മലപ്പുറം. കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. കർണാടക സ്വദേശി അഭിഷേക് ഷെട്ടിയാണ് പിടിയിലായത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് മൊഴി. കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായും സൂചനയുണ്ട്. 50ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് മംഗളൂരു സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ ചൂതാട്ട കേന്ദ്രത്തിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് വെള്ളിമാട് കുന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോമിൽ താമസിപ്പിച്ചിരുന്ന 17-കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. കണ്ണൂർ സ്വദേശിയായ കുട്ടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റൂമിൽ ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. 3 കേസുകളിൽ പ്രതിയാണ് 17-കാരനായ കുട്ടി. BJPയുടെ ഐഡിയോളജി അംബേദ്കറിൽ നിന്ന് പ്രചോദനം കൊണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അംബേദ്കറിനെ ബഹുമാനിക്കുന്നത് ഏത് പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇനി കുട്ടി ക്രിക്കറ്റ് വിശേഷങ്ങൾ. IPLൽ ഇന്നത്തെ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 AB വാജ്പേയി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 6 മത്സരങ്ങളിൽ നിന്ന് 4 വിജയവും 2 പരാജയവുമായി ലക്നൌ 4ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 6 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 5 പരാജയവുമായി ചെന്നൈ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ്. ഈ സീസണിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈ ഇറങ്ങുന്ന 2ാം മത്സരമാണിന്ന്. സ്വർണ്ണ നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,250 രൂപ, പവന് 58,000 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, കിലോഗ്രാമിന് 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ആര്യ ദേവൻ ചേരും.